നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഹിഡൻ എനിമി ഉണ്ടോ? അതായത് നിങ്ങളുടെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിനോ തടസ്സമായിട്ട് ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു ഹിഡൻ എനിമിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ ലൈഫിലുള്ളത്? അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസൊനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കാർഡും കൂടി എടുക്കാം. അപ്പോൾ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കയറി നിൽക്കുന്നത് ഫെമിനിൻ എനർജിയാണ്. കുറച്ചൊരു മെച്യൂർ ആയിട്ടുള്ള പേഴ്സൺ എനർജിയും കൂടിയാണ്. മാത്രമല്ല സ്വന്തം ലൈഫിൽ ചിലപ്പോൾ കുറച്ചധികം സ്ട്രഗിൾസ് നേരിടുന്ന അല്ലെങ്കിൽ അത്രയും സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിൽ ലൈഫിൽ മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. പക്ഷെ സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ നല്ലൊരു വ്യക്തിയായിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ഉള്ളൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ അവർ നിങ്ങളോട് പെരുമാറുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ നിങ്ങളുടെ വളർച്ചയ്ക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വളർച്ച നല്ല രീതിയിൽ മുന്നോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഈസ് ഓഫ് വൺസ് റിവേഴ്സ് ആണ്, അതുപോലെ തന്നെ ടെൻ ഓഫ് സോഡ്സ് ആണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ അത്രയധികം ഒരു പുരോഗതി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഒന്നും ഉണ്ടാകുന്നതായിട്ട് താല്പര്യമില്ലാത്തൊരു പേഴ്സൺ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ ഒരു പതനം അല്ലെങ്കിൽ നിങ്ങൾ ഉയരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഒരു ഹിഡൻ ഫേസ് ആണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ നല്ലൊരു വ്യക്തിയായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു എനർജി നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള പല കാര്യങ്ങൾക്കും തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം യൂണിവേഴ്സ് ഈ ഒരു സമയം എന്ത് മെസ്സേജാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് തരുന്നതെന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഗൈഡൻസ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഹിഡൻ എനിമി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അത് മാത്രമല്ല കുറച്ചൊരു സ്പിരിച്വൽ കണക്ഷനൊക്കെ കുറവുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ വേയിലൂടെ പോകുന്നത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുള്ളതുകൂടി നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.